കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് കുവൈറ്റ് വ്യോമപാത അടച്ചു. ഇതേ തുടർന്ന് ഇന്ത്യയും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള വ്യോമഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. കോഴിക്കോട് നിന്ന് കുവൈറ്റിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം 2 മണിക്കൂറിലധികം പറന്ന ശേഷം അടിയന്തരമായി തിരിച്ചിറക്കി. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് കുവൈറ്റ് വ്യോമപാത പൂർണ്ണമായും അടച്ചു. ഇതേ തുടർന്ന് ഇന്ത്യയും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള വ്യോമഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട്. കോഴിക്കോട്ട് നിന്ന് കുവൈറ്റിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം 2 മണിക്കൂറിലധികം പറന്ന ശേഷമായിരുന്നു അടിയന്തരമായി തിരിച്ചിറക്കിയത്. വ്യോമപാത പെട്ടെന്ന് അടച്ചതിനെ തുടർന്ന് ബോയിംഗ് 737 വിമാനം സുരക്ഷിതമായി തന്നെ വീണ്ടും കോഴിക്കോട്ട് തന്നെ ഇറക്കുകയായിരുന്നുവെന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഔദ്യോഗിക പ്രസ്താവനയിലൂടെ സ്ഥിരീകരിച്ചത്. നാളെ വരെ കുവൈറ്റിലേക്കുള്ള സർവീസുകൾ എയർലൈൻ താൽക്കാലികമായി നിർത്തിവച്ചേക്കുമെന്നാണ് സൂചന. കുവൈറ്റ് സർവീസുകൾക്ക് പുറമെ കൊച്ചിയിൽ നിന്നുള്ള ഗൾഫ് സർവീസുകളെയും ഈ പ്രതിസന്ധി ബാധിച്ചിട്ടുണ്ട്. രാവിലെ 11:45 കൊച്ചിയിൽ നിന്ന് ബഹ്റൈനിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം റദ്ദാക്കി. 119 യാത്രക്കാരാണ് ചെക്ക് ഇൻ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം വിമാനം റദ്ദാക്കിയ വിവരം അധികൃതർ അറിയിക്കുന്നത്. തുടർന്ന് ഇവരെ വിമാനത്തിൽ നിന്ന് ഒഴിപ്പിച്ചു. ജോലി ആവശ്യങ്ങൾക്കും മറ്റുമായി ഗൾഫിലേക്ക് പോകാനിരുന്ന 100 കണക്കിന് യാത്രക്കാരാണ് ഇതോടെ ദുരിതത്തിലാവുന്നത്. ഈ യാത്ര റദ്ദാക്കേണ്ടി വന്നവർക്ക് ടിക്കറ്റ് തുക പൂർണ്ണമായി തിരികെ നൽകുകയോ അല്ലെങ്കിൽ സൗജന്യമായി മറ്റൊരു ദിവസത്തേക്ക് ടിക്കറ്റ് മാറ്റി നൽകുകയോ ചെയ്യുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചിരുന്നു. തങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളിലാണ് ഈ ബുദ്ധിമുട്ടുണ്ടായതെന്നും എയർലൈൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കുവൈറ്റ് വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ ശക്തമായി തന്നെ ഭാഷയിൽ അപലപിച്ചിട്ടുണ്ട്. ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെടുകയും നിരവധി ഇന്ത്യൻ പൗരന്മാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സിവിലിയന്മാരെയും സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ അംഗീകരിക്കാനാകില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയവും വ്യക്തമാക്കി. പരിക്കേറ്റവർക്കും ദുരിതബാധിതർക്കും ആവശ്യമായ സഹായങ്ങൾ നൽകാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. കൊല്ലപ്പെട്ട ഇന്ത്യൻ പൗരന്റെ വിവരങ്ങൾ അധികൃതർ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. പശ്ചിമേഷ്യയിൽ ഇറാനും അമേരിക്കയും തമ്മിൽ ഫെബ്രുവരി 28 മുതൽ ആരംഭിച്ച സംഘർഷങ്ങളിൽ ഇതുവരെയും കൊല്ലപ്പെട്ട ഇന്ത്യൻ പൗരന്മാരുടെ എണ്ണം ഇതോടെ 10 ആയിട്ടുണ്ട്. സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ സിവിലിയൻ ജനങ്ങളെയും വിമാനത്താവളങ്ങൾ ഉൾപ്പെടെയുള്ള പൊതു സംവിധാനങ്ങളെയും ആക്രമിക്കുന്നതിൽ നിന്ന് ഇരുവിഭാഗവും പിന്മാറണമെന്ന് തന്നെയാണ് ഇന്ത്യ വീണ്ടും ആവശ്യപ്പെടുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.